ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഹ്മത്ത്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഈസി ഡിഷാണ്. അതിലേക്കുള്ള സാധനങ്ങളൊക്കെ പറയാം കേട്ടോ. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഓയിൽ വേണമെങ്കിലും ഇത് പാകം ചെയ്യാം കേട്ടോ. അതിനു വേണ്ടി ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടാണ്. ഇതിപ്പോൾ കറിയില്ലാതെ ഉള്ളൊരു ഡിഷാണ്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കായാലും ഇനിയിപ്പോൾ വീട്ടമ്മമാർക്ക് ജോലിയൊക്കെ ഉള്ളവർക്കായാലും ഇത് എളുപ്പത്തിൽ ചെയ്യും. ഒരു അച്ചാറോ പപ്പടോ ഇനിയിപ്പം ഫിഷോ ചിക്കനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കറി വെച്ച് തിന്നാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പൊരിച്ചിട്ട് ഈ ചോറ്റിന് എപ്പോഴും കഴിക്കാം കേട്ടോ. അതിന് വേണ്ടി സാധനങ്ങൾ ചെറിയൊരു തക്കാളി, ഒരു ചെറിയൊരു സവാള, ഒരു 4-5 ചെറിയ വെളുത്തുള്ളി, 2 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു പട്ട, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 2 തണ്ട് കറിവേപ്പില. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിലെ വെള്ളമൊക്കെ വറ്റി ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നെയ്യാണെങ്കിലും അങ്ങനെയും ചെയ്യാം. എണ്ണ ചൂടായിന് അതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഈ കറുകൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളതിനെന്താ പറയുക എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് പറയൽ. അതിൻ്റെ 2 കഷ്ണം ഞാൻ എടുത്തിട്ടിരിക്കണം അതിൽ. പിന്നെ അതിന് ശേഷം ഞാൻ സവാള അരിഞ്ഞത് അതിൽ ചേർക്കുകയാണ്. അപ്പോൾ അടുത്തടുത്ത് വീടായതുകൊണ്ട് പുറത്തുനിന്നൊക്കെ നല്ല ശബ്ദങ്ങൾ കേൾക്കും കേട്ടോ. അതിനൊക്കെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പം മോനാണ് ഉള്ളി അരിഞ്ഞ് തന്നത്. സവാള അരിഞ്ഞത് മോനാണ്. അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഓനെ അരിഞ്ഞത്. ഇപ്പോൾ രാത്രിയാണ് കേട്ടോ. ഉച്ചക്കത്തെ വെച്ച് ചോറ് ബാക്കിയില്ലേന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് എളുപ്പത്തിന് കുട്ടികൾക്കും ഇഷ്ടമാണ്, നമുക്കും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക ഒക്കെ ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇത് സവാള കുറച്ച് വേവായപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കും, കാരണം അടി പിടിക്കും. തക്കാളിയൊക്കെ അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് മാറിപ്പോകും. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അമ്മനെയൊന്നും കാത്തിക്കാൻ നിൽക്കണ്ട, സ്വയം അങ്ങോട്ട് ചെയ്യുക. ഞാൻ അരി കഴുകുകയാണ്. അരി പച്ചരി ആയതുകൊണ്ട് ചിലപ്പം പൊതർന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ചോറിന് വേണ്ടി വേവിക്കാൻ എടുക്കല്ലേ. പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. നല്ല കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചോവും. അത് ആ എണ്ണയിലൊന്ന് കിടന്ന് ഒന്ന് വെന്തിട്ടണം, അടി പിടിക്കാത്ത വിധത്തിൽ വെന്തിട്ടണം. പിന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർക്കണം കേട്ടോ. വെളുത്തുള്ളി കരിയാതെ നോക്കണം. വെളുത്തുള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ ജാതി സ്മെല്ലും പിന്നാണെങ്കിൽ ചൊയയും മാറും. അതിൻ്റെ സ്വാദ് തന്നെ അങ്ങോട്ട് മാറിപ്പോവും. ഞാൻ എൻ്റേതായ ഭാഷയിലാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണോ എനിക്കറിയില്ല. പിന്നെ അതിലേക്കുള്ള മസാലകളൊക്കെ ഇടുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എരിവ് ഇനിയും വേണോ എന്നതാണ് ആവശ്യമെങ്കിൽ മുളക് പൊടി ചേർക്കുക. ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി ചേർക്കുക. പിന്നെ ഇനി ഒന്നുകൂടി ടേസ്റ്റ് കിട്ടണമെന്ന് അങ്ങനെ വലിയ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ചിക്കൻ മസാലയും ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഇല്ല, ഗരം മസാല ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചേർത്ത്. പിന്നെ എരിവ് വേണമെങ്കിൽ ഉള്ളി ഇതൊക്കെ തക്കാളി ഇതൊക്കെ കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ കൂടുതൽ ചെയ്യുക. ഇതിലെന്തെങ്കിലും മസാലയ്ക്ക് ഇനിയിപ്പം ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ല, ചെറിയ ജീരകം ഉള്ളെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ
1/4 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടേനി, അത് ഞാൻ ഇട്ടെടുക്കണം കേട്ടോ. അതും കരിയാതെ ശ്രദ്ധിക്കണം, കാരണം അത് കരിഞ്ഞാൽ ജീരകം കരിഞ്ഞ് കഴിഞ്ഞാൽ കടിക്കുകയും ചെയ്യും. പിന്നെ ജാതി സ്വാദമായിരിക്കും, നമ്മൾ തിന്നുമ്പോൾ ചായ ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴുകി വെച്ച അരി ഇട്ടിക്കണം കേട്ടോ. അരി നന്നായിട്ട് ഇളക്കണം, കാരണം വറവാണ് വരെ ഒന്ന് ഇളക്കുക. അടി പിടിക്കാതെ നോക്കണം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. ആ മസാല തീ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇളക്കണം കേട്ടോ. കാരണം എൻ്റെ മസാല കുറവാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് ആ വറുത്തെടുക്കുമ്പോൾ ആ മസാല അതിൽ പിടിച്ചോളും. അരി ഇട്ടപ്പോൾ അതൊന്നാകെ അങ്ങോട്ട് അടിക്ക് പിടിച്ച പോലെ, പക്ഷെ അങ്ങനെ അടിക്ക് പിടിച്ചിട്ടില്ല. അരി ഇട്ടപ്പോൾ അങ്ങനെ തോന്നിക്കുക. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്താണ്. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. ചില അരിക്ക് അത്ര അങ്ങോട്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചില അരി വെള്ളം കുടിക്കാത്ത അരിയും ഉണ്ടാവും. അപ്പം ഞാൻ ചേർക്കുന്നത് 4 ഗ്ലാസ് വെള്ളമാണ്. അരി പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. അരി പൊട്ടി കഴിഞ്ഞാൽ പൊടിഞ്ഞു ചോറ് എന്നാകെ എന്താ പറയുക, മുറിഞ്ഞു പോണ പോലെ ഉണ്ടാവും. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. പച്ചരി നിങ്ങളിപ്പം രാവിലെയൊക്കെ പലഹാരം ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, ചില പച്ചരിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും, ചിലത് ഉണ്ടാക്കുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പച്ചരിക്ക് ഏതായാലും വെള്ളം അങ്ങനെ അധികം വേണ്ട. ചില പച്ചരി നന്നായിട്ട് വെള്ളം കുടിക്കിട്ടോ. ഞാൻ അതിൽ കറിവേപ്പില ഇടാണ്, മല്ലിയിലൊക്കെ ഇടാം. ഒന്നിടാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്ത. നിങ്ങളെ കയ്യിലിൻ്റെ ഇട്ടോ കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ അരിയിലും കൂടി കണക്കാക്കി നിങ്ങൾ ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഉപ്പിടുക കേട്ടോ. എന്നാൽ വല്ലാതെ വാരിയിടാൻ നിൽക്കണ്ട. നമുക്കറിയാമല്ലോ, നമ്മൾ പാചകം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കതറിയാം. പിന്നെ കുട്ടികളൊക്കെയാണ് പാചകം ചെയ്യണമെങ്കിൽ ഉമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ ഉമ്മമാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ കുക്കർ ഞാൻ ദമ്മിലിട്ടിട്ടാണ്. ദമ്മിലിട്ട് എൻ്റെ കുക്കറിന് ഞാൻ ഒരൊറ്റ വിസിലാണ് കേട്ടോ ചെയ്ത്. അപ്പോൾ ഇതിന് ഞാൻ ചമ്മന്തിയാണ് പൊടിക്കുന്നത്, തേങ്ങാ ചമ്മന്തിയാണ്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലേനി, അപ്പോൾ വലിയ ഉള്ളി തന്നെ ഇട്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തി പൊടിച്ചെടുത്ത് കൊണ്ടുവന്ന് കാണും. വീഡിയോ എടുക്കുമ്പോൾ വീട്ടിൽ ഭയങ്കര ശബ്ദമായിനി. വീടൊക്കെ അടുത്തടുത്തായതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ നല്ല ശബ്ദം കേൾക്കും. ഇപ്പം നിങ്ങൾ ഇതിലൂടെ തന്നെ എൻ്റെ ശബ്ദത്തിനേക്കാളും നിങ്ങൾ കൂടുതലും കേൾക്കുന്നത് പുറത്തുള്ള കുട്ടികളെ ശബ്ദമായിരിക്കും. എനിക്ക് കുറച്ച് ശബ്ദം കുറവാണ്. ഞാൻ എത്ര സൗണ്ടിൽ പറഞ്ഞിട്ടും കുറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഒരൊറ്റ വിസിലടിച്ചപ്പോൾ തന്നെ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെയൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തുറക്കണമെന്ന് വിചാരിച്ചാൽ ഒരു 3 വിസിലടിച്ചിട്ട് താഴോട്ട് ഇറക്കി വെക്കുക. അതല്ല നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമൊക്കെയാണ് തുറക്കണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ വിസിലടിച്ചിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ നിന്ന് ഇറക്കണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. ആ ഒറ്റ ഇതിൽ തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അത് തുറന്നപ്പോഴത്തുള്ള ഇതാണ് കേട്ടോ. ഇത് പിന്നെ ആ ഒരു ചൂടും കുറച്ചൊരു ലൂസായി നിൽക്കുന്നത്. ഇത്തിരി ചൂടായി തുറക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചോറുണ്ടാക്കിയ കുക്കറിന് എടുക്കുമ്പോൾ ഓരോ അരി ഇടവിട്ടല്ലേ കിട്ടുക, അതുപോലെ തന്നെ കിട്ടും കേട്ടോ. സാധനം റെഡിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് തിന്നാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാനിതാ ഇവിടെ സെർവ് ചെയ്യാനും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടനൊക്കെ അമർത്തട്ടോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബായ്.